അബുദാബിയെ ഞെട്ടിച്ച നഗരത്തിലെ മലയാളി ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 പേർ മരിച്ചതായി റിപ്പോർട്ട്. 120ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 64 പേരുടെ നില ഗുരുതരം. ഖാലിദിയയിലെ ഫുഡ് കെയർ റെസ്റ്റോറന്റിലാണ് സ്ഫോടനം. തൊട്ടടുത്ത കടകളിലേക്കും തീ പടർന്നതായി അധികൃതർ അറിയിച്ചു. വൻ ശബ്ദത്തോടെയുണ്ടായ അപകടത്തിൽ സമീപ ഷോപ്പുകളിലെയും ഫ്ളാറ്റുകളിലെയും ഗ്ലാസുകളും മറ്റും പൊട്ടിത്തെറിച്ചു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുണ്ട്. ഉച്ചയ്ക്ക് 1ഓടെയായിരുന്നു സംഭവം. സ്ഫോടനത്തെ തുടർന്ന് വലിയ ശബ്ദം കേട്ടതായും ജനാലകൾ കുലുങ്ങിയതായും സമീപ കെട്ടിടങ്ങളിലെ താമസക്കാർ പറഞ്ഞു. ആദ്യം ചെറിയൊരു ശബ്ദവും പിന്നീട് വലിയ ശബ്ദവും തങ്ങൾ കേട്ടെന്ന് സമീപവാസികൾ വെളിപ്പെടുത്തി. ആദ്യ ശബ്ദം കേട്ടയുടൻ ആളുകൾ പോലീസിനെയും സിവിൽ ഡിഫൻസിനെയും വിവരം അറിയിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു കാതടിപ്പിക്കുന്ന ശബ്ദം. ഇതോടെ സമീപ കെട്ടിടങ്ങളിലെ ജനാലകൾ വിറച്ചു. ചില ജനാലകളുടെ ചില്ലുകൾ തകർന്നു വീഴുകയും ചെയ്തു. റെസ്റ്റോറന്റിന് പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ കെട്ടിട അവശിഷ്ടങ്ങൾ പതിച്ചു. സമീപത്തെ 4 താമസ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങളെ മുൻകരുതലെന്നുള്ള നിലയ്ക്ക് അധികൃതർ ഒഴിപ്പിക്കുകയും ചെയ്തു. റെസ്റ്റോറന്റിൽ പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും സിവിൽ ഡിഫൻസ് എത്തി തീ അണച്ചുവെന്നും അബുദാബി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ദുബായ് കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ച് യുവതിയും വളർത്തുനായയും മരിച്ചു. ദുബായിലെ വില്ലയിലാണ് യുവതിയും വളർത്തുനായയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏഷ്യക്കാരൻ വാടകയ്ക്കെടുത്ത് നിരവധി കുടുംബാംഗങ്ങൾക്ക് ഭാഗിച്ചു നൽകിയ വില്ലയിലെ മുറിയിലായിരുന്നു യുവതിയും സുഹൃത്തും താമസിച്ചത്. ഒന്നിലധികം കുടുംബങ്ങൾ വില്ലയിൽ താമസിക്കുന്നതിനാൽ അധികൃതർ വീടിന്റെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. ഇതിനുശേഷം വാടകക്കാർ ജനറേറ്റർ ഉപയോഗിക്കുകയായിരുന്നു. മരണം സംഭവിച്ചതിന് തലേ ദിവസം രാത്രി കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഏറ്റതായാണ് സംശയമെന്നാണ് കൂടെയുണ്ടായിരുന്ന ഫിലിപ്പീൻസ് സ്വദേശി ആദ്യം പോലീസിനോട് പറഞ്ഞത്. നായയ്ക്കും ഇതേ ഭക്ഷണം നൽകിയിരുന്നു. എന്നാൽ ഇലക്ട്രിക് ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് മരണമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. മൂടിവെച്ച ജനറേറ്റർ പോലീസ് ഓണാക്കിയതോടെ മിനിറ്റുകൾക്കകം ഇടനാഴികളിലും മുറികളിലും പുക നിറഞ്ഞിരുന്നു. പ്രധാന വാടകക്കാരൻ ജനറേറ്റർ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് മരണപ്പെട്ട യുവതിയുടെ മുറിയിൽ വ്യാപിക്കുകയും ഇത് ശ്വസിച്ച് യുവതിയും വളർത്തുനായയും മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കാർബൺ മോണോക്സൈഡ് വിഷവാതകമാണ്. ഇതിന് നിറമോ മണമോ ഇല്ല. ദീർഘനേരം ഇത് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.